ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ഒരു മാസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 26 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. കാനനപാത വഴിയെത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടിരിക്കുന്നു. വിവരങ്ങളുമായി മനീഷ് സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നലെ മാത്രം 97,074 പേർ ശബരിമലയിൽ ദർശനം നടത്തി മലയിറങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി മനീഷ് നമ്മളോടൊപ്പം സന്നിധാനത്ത് നോക്കാം. സന്നിധാനത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനീഷ് സ്വാമി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് അയ്യപ്പന്മാർക്ക് സുഖദർശനം. ഇന്നലെ 1 ലക്ഷത്തിനടുത്ത ആളുകൾ ദർശനത്തിനെത്തി. എല്ലാവരും സുഖമായി ദർശനം നടത്തി മടങ്ങിയല്ലേ? അതേ മനു, ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്കാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 97,000 പേർ ശബരിമലയിൽ ദർശനം നേടി മടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഒരു മാസം, അതായത് മകരവിളക്കിനായിട്ട് നട തുറന്ന് ഒരു മാസം, കൃത്യം ഒരു മാസമായ ദിവസമായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്, ധനുമാസം 1-ാം തീയതിയാണ്. ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് ശബരിമലയിൽ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ രാവിലെ 8 മണി വരെയുള്ള ഒരു കണക്ക് പ്രകാരം 32,000-ത്തിലധികം ആളുകളാണ് ശബരിമലയിൽ എത്തിയിരിക്കുന്നത്, ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 4,800-ലധികം ആളുകളാണ് ശബരിമല 18-ാം പടി ചവിട്ടുന്നത്. അത്രയും തന്നെ ആളുകൾ, വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ട്. നടപ്പന്തലിലാണെങ്കിലും ഫ്ലൈ ഓവറിന് മുകളിലാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ട്. പക്ഷേ അധിക സമയമൊന്നും ആരും കാത്തു നിൽക്കുന്നില്ല. എല്ലാവരെയും വേഗം തന്നെ സോപാനത്തിൽ എത്തിച്ച് ദർശനം അവർക്ക് ഉറപ്പാക്കാൻ പോലീസിന് കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആർക്കും ഇത്ര തിരക്ക് കൂടിയാലോ അല്ലെങ്കിൽ തിരക്ക് ഇന്നിപ്പോൾ വലിയ തിരക്കാണ്. എന്നാൽ അതേസമയം ഞായറാഴ്ചയായിരുന്നു, ഞായറാഴ്ച അവധി ദിവസമായിരുന്നിട്ട് പോലും വലിയ തിരക്കില്ല. 65,000-ത്തിലധികം ആളുകളാണ് ശബരിമല. ഇപ്പോൾ മനീഷ്, ഇന്നിപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. സ്വാഭാവികമായും ആളുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടോ, അതോ സുഗമമായി തന്നെ അയ്യപ്പനെ കണ്ട് മടങ്ങാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ആ തിരക്കിനുള്ള ക്രമീകരണങ്ങൾ? മനു, 18-ാം പടിക്ക് താഴെയും നടപ്പന്തലിലുമായിട്ട് കൃത്യമായിട്ട് ആളുകളെ നിയന്ത്രിച്ച് തന്നെയാണ് മുകളിലേക്ക് 18-ാം പടി കയറ്റി വിടുന്നത്. സോപാനത്തിലേക്കാണെങ്കിലും കൃത്യമായിട്ട് ആളുകളെ നിയന്ത്രിച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് കൂട്ടി ആർക്കും കാണാൻ പറ്റാതെ പോകുന്നൊരു സാഹചര്യമോ അല്ലെങ്കിൽ ഈ തിരക്ക് കയ്യിൽ നിന്നും നിയന്ത്രണം ഇല്ലാതെ പോകുന്നൊരു സാഹചര്യമോ ഒന്നുമില്ല. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ദർശനം ഉറപ്പാക്കുക എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ മണ്ഡല പൂജ അല്ലെ മണ്ഡല മകരവിളക്കിനായിട്ട് നട തുറന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. എല്ലാവർക്കും സുഗമമായി ദർശനം ലഭിക്കുന്ന ഒരു മണ്ഡലകാലമായിരിക്കണം, ആർക്കും ദർശനം ലഭിക്കാതെ പോകരുത്. അത് കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകുന്നു, പോലീസുകാർ അത് നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ദർശനം ലഭിക്കാതെ പോകുന്ന ഒരു യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളുമില്ല. എല്ലാവർക്കും സുഗമമായിട്ടുള്ള ദർശനം ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ട് തിരക്ക് കൂടുന്നതനുസരിച്ച് മരക്കൂട്ടത്തിൽ നിന്നും ഓരോ ഘട്ടമായിട്ട് ആളുകളെ മുകളിലേക്ക് ശബരിമലയിലേക്ക് കടത്തിവിടുന്നു. തിരക്ക് കൂടുന്നതനുസരിച്ച് വലിയ നടപ്പന്തലിൽ ആളുകളെ നിയന്ത്രിക്കുന്നു. ഘട്ടമായിട്ട് മുകളിലേക്ക് 18-ാം പടി ഔട്ടുന്നു. അവിടെ നിന്നും കൃത്യമായി തന്നെ എല്ലാവർക്കും തിരക്ക് കൂട്ടി കയ്യിൽ നിന്നും പോകാത്ത ഈ തിരക്ക് കൂടി കയ്യിൽ നിന്നും പോകുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല. കൃത്യമായിട്ട് പോലീസിന്റെ കയ്യിൽ നിയന്ത്രിച്ച് തന്നെയാണ് എല്ലാവരെയും ശബരിമല 18-ാം പടി ചവിട്ടിച്ച് സോപാനത്തിലേക്ക് എത്തിച്ച് ദർശനം നൽകുന്നത്. മാത്രമല്ല, ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 26, 27 തീയതികളിലാണ് നമ്മുടെ മണ്ഡല പൂജ നടക്കുക. തങ്കയങ്കി ഘോഷയാത്ര 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും. 23-ാം തീയതി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് 26-ാം തീയതി വൈകിട്ടോടെ ശബരിമലയിൽ എത്തിച്ചേരും. 26-ാം തീയതി തങ്കയങ്കി ചാർത്തിയിട്ടായിരിക്കും ദീപാരാധന. പൂജകൾക്കായിട്ട് 27-ാം തീയതി വൈകിട്ടോടെ നട അടയ്ക്കും. അപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നതിനായിട്ട് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ ശബരിമലയിൽ എത്തും. ദേവസ്വം ഉദ്യോഗസ്ഥരെ, പോലീസ് മേധാവികൾ എന്നിവരുമായിട്ട് ചർച്ച നടത്തി അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ഇന്ന് വിലയിരുത്തും. മനു.